എനിക്ക് നിരവധി മനുഷ്യരെ അറിയാം. അവർ സങ്കടപ്പെട്ട് ജീവിക്കുന്നു, സമാധാനമില്ലാതെ ജീവിക്കുന്നു. മറ്റൊരാളെക്കുറിച്ച് മോശമായ രീതിയിൽ ചിന്തിച്ച് വെക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് മറ്റൊരാളിൽ നിന്ന് ദുരന്തങ്ങളും ദുഃഖങ്ങളും നിരാശകളും ഉണ്ടായിട്ടുണ്ടാവും. തീർച്ചയായും ഉണ്ടാവും. അതങ്ങനെയാണ്, മനുഷ്യരങ്ങനെയാണ്, ലോകം അങ്ങനെയാണ്. പക്ഷെ നമുക്ക് തിരുത്താൻ കഴിയുന്ന ഒരാൾ ഞാൻ മാത്രമാണ്. അയാളുടെ സംസ്കാരമല്ല എൻ്റേത്. അയാൾ ജീവിച്ച വഴിയിലൂടെയല്ല ഞാൻ ജീവിച്ചത്. അപ്പോൾ അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ സംസ്കാരമാണ്. അയാൾ കാണുന്ന കാഴ്ചപ്പാടിലൂടെയാണ് നമ്മളെ കാണുന്നത്. അത് നമ്മുടെ തെറ്റല്ല, അത് അവരുടെ വിഷയമാണ്. അപ്പോൾ നമ്മൾ അവരെക്കുറിച്ച് അവർ നമ്മളെ എന്തെങ്കിലും ശാരീരികമായോ മാനസികമായോ ഉപദ്രവിച്ചെങ്കിൽ അത് അന്നത്തെ കാലത്ത് അയാളുടെ സംസ്കാരമാണ്. പക്ഷേ ഇന്ന് നമ്മളത് ഓർത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തൊരു ഭാരമാണ്, എന്തൊരു പ്രയാസമാണ്. അപ്പോൾ നമ്മൾ പൂർണ്ണമായും അവരെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവർ വീണ്ടും നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പഴയ കാലത്തെ ഓർമ്മകൾ വെച്ച് അദ്ദേഹത്തെ അളക്കാൻ നിൽക്കരുത്. അത് അയാൾ മാറിയിട്ടുണ്ടാവും പലപ്പോഴും. ഈ ലോകം അങ്ങനെയാണ്, എപ്പോഴും മാറും. ലോകത്തിൽ മാറ്റം സംഭവിക്കുന്ന ഒരേ ഒരു വിഷയം മനസ്സാണ് പൂർണ്ണമായും വളരെ പെട്ടെന്ന് മാറുന്നത്. വേറെ ഒന്നും മാറില്ല. അതാണ് മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു സ്വഭാവം. നമുക്ക് മാറ്റാൻ കഴിയും. നമ്മുടെ സ്വഭാവത്തെ മാറ്റാൻ കഴിയും, വ്യക്തികളെ മാറ്റാൻ കഴിയും, സമൂഹത്തെ മാറ്റാൻ കഴിയും. അതാണ്. അപ്പോൾ മറ്റുള്ളവരെക്കുറിച്ചുള്ളൊരു ചിന്തകളും പേറി നമ്മൾ ജീവിക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ മനസ്സിനെ നമ്മൾക്ക് മനസ്സിലാക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല സമാധാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളതാണ്. മറ്റൊരാളെക്കുറിച്ചുള്ള ചിന്തകൾ എപ്പോഴും നമ്മളെ വേദനിപ്പിച്ചേ അതിരിക്കൂ. കാരണം എന്താണെന്നറിയാമോ? ഈ സ്നേഹത്തിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അമ്പുകളാണത്, വേദനകളാണ്, മുറിവുകളാണ്. ആ മുറിവുകൾ മാറ്റണമെങ്കിൽ നമ്മൾ ആദ്യം ആ സ്നേഹത്തെ ഇല്ലാതാക്കണം. സ്നേഹമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കൽ വാങ്ങലുകളാണോ? മടിയിൽ കിടന്ന് ചുംബിക്കുന്നതാണോ? അല്ല. അതൊക്കെ ചെറിയ നേരത്തേക്ക് നമുക്കുണ്ടാകുന്ന ഒരു ശാരീരികവും മാനസികവുമായ ഒരു സുഖമാണ്. അത് നഷ്ടപ്പെടും. സ്നേഹമെന്ന് പറയുന്ന അതേ അല്ല. അതാണ് നമ്മുടെ തെറ്റിദ്ധാരണ. ഒരിക്കലും നമുക്ക് താലോലിച്ച് ആയുസ്സ് മുഴുവൻ ജീവിക്കാൻ കഴിയില്ല. നമ്മൾ ജനിച്ചപ്പോൾ നമ്മളെ സ്നേഹിച്ചും ചുംബിച്ചും അല്ല നമ്മൾ ജനിച്ചു വന്നത്. നമ്മൾ മരിക്കുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങളെ എത്ര സ്നേഹിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾ മരിച്ചു കഴിഞ്ഞേ അവർ ചുംബിക്കുകയുള്ളൂ. അപ്പോൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരാളുടെ ചിന്തകൾക്കനുസരിച്ചല്ല ഞാൻ ജീവിക്കേണ്ടത്. എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിക്കേണ്ടത്. ഇതാണ് ധൈര്യം, ഇതാണ് സമാധാനം. ഇതിനപ്പുറത്തേക്ക് നമുക്ക് പണം കൊണ്ടോ അല്ലെങ്കിൽ പ്രശസ്തി കൊണ്ടോ നമുക്കൊന്നും നേടാനില്ല. നമ്മുടെ ഉറക്കത്തെ ബാധിക്കുന്ന എന്ത് പ്രശ്നവും അത് വലിയൊരു പ്രശ്നമാണ്. അത് മാറ്റിയേ പറ്റുകയുള്ളൂ. കാരണം ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് സുഖമായിരിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മളിവിടെ ഇല്ലാതാകുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ ശരീരത്തിനുള്ളിലെ അവയവങ്ങളെല്ലാം സാധാരണ ഒരു സമത്വം പ്രാപിക്കണമെങ്കിൽ, ഊർജം പ്രാപിക്കണമെങ്കിൽ നമ്മളിവിടെ ഇല്ലാതാവണം. അതായത് ഉറക്കം സംഭവിക്കണം, റെസ്റ്റ് വേണം. ആ റെസ്റ്റിനെയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. നമ്മളെ ഇവിടെ വളർത്തുവാൻ അല്ലെങ്കിൽ നമ്മൾക്ക് ജീവിച്ചിരിക്കുവാൻ കാരണമാകുന്ന പല വിഷയങ്ങളും നമ്മുടെ മുന്നിലുണ്ടായിട്ടും നമ്മൾ പഴയതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കും. ഇതാണ് ഈ കാലത്തെ ഏറ്റവും വലിയ ദുരന്തവും. അപ്പം നമ്മുടെ കൂടെ താമസിക്കുന്നവരാകും, കൂടെ കിടക്കുന്നവരുമാകും. എങ്കിൽ പോലും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു മനുഷ്യർക്ക് നമ്മളെ തൊടുവാൻ കഴിയില്ല. അതായത് എൻ്റെ അനുഭവമാണ് ഞാനീ പറയുന്നത്. സത്യമായി ഞാൻ അനുഭവിക്കുന്ന എൻ്റെ അനുഭവം.